ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ദിവസവും കൂടി നമുക്ക് ദൈവവചനം കേൾക്കുവാൻ കർത്താവ് ആയുസ്സും ആരോഗ്യവും തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നാം ദൈവവചനം കേൾക്കുമ്പോൾ വളരെയേറെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലിരിക്കണം. ദൈവവചനം തീയാണ്, പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം ആ ഭാഗം 23-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ ദൈവവചനത്തെക്കുറിച്ച് ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണം. അതിന് നാം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ചേർന്നിരുന്നില്ലെങ്കിൽ ആ പ്രയോജനം നമുക്ക് ലഭിക്കുകയില്ല. വളരെ ഭയത്തോടുകൂടി നാം ദൈവവചനത്തിൻ്റെ മുമ്പിലിരിക്കണം. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ദൈവം കടാക്ഷിക്കും. ദൈവമക്കളെ, അതുകൊണ്ട് നാം വളരെയേറെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുക. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കാം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ പരിശോധിക്കണം, നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. എന്തിനു വേണ്ടി? നാം വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന്. നാളുകളായിട്ട് നാം ചിന്തിക്കുന്ന ഒരു വിഷയമാണ് വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളത്. വിശ്വസിക്കുവാൻ എളുപ്പമാണ്. ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് വിശ്വാസം വരും. വിശ്വാസത്തിലൂടെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പണമെടുത്ത് പുതിയ തീരുമാനമെടുത്ത് നമ്മൾ പുതിയ വ്യക്തികളായി മാറുന്നു. എന്നാൽ ആ വിശ്വാസത്തിൽ നാം ഓരോരുത്തരും നിലനിൽക്കണം. ആ വിശ്വാസം നമ്മിൽ നിന്ന് ചോർന്നു പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ശക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്നത് നാം നമ്മെ തന്നെ ശോധന ചെയ്യണമെന്ന്. അത് വ്യക്തിപരമായ ഒരു ചുമതലയാണ്. നാം ഓരോരുത്തരും ഇത് മനസ്സിലാക്കിക്കൊണ്ട് നാം നിരന്തരം നമ്മെ തന്നെ ശോധന ചെയ്യണം. ഞാൻ വിശ്വാസത്തിൽ വളരുന്നുണ്ടോ? എൻ്റെ വിശ്വാസം ശോഷിച്ചു കൊണ്ട് പോവുകയാണോ? ആ വിശ്വാസം അല്പവിശ്വാസമായി മാറുന്നുണ്ടോ? അത് അവിശ്വാസമായി മാറുന്നുണ്ടോ? അത് പിന്നീട് അന്ധവിശ്വാസമായിട്ട് മാറുന്നുണ്ടോ എന്നെല്ലാം നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. എന്തുകൊണ്ട്? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. ആത്മീക ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്, അടിസ്ഥാന ശില എന്ന് പറയുന്നത് വിശ്വാസമാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തിൽ കൂടി നാം മുമ്പോട്ട് പോയില്ലെങ്കിൽ നാം എല്ലാവരും നഷ്ടപ്പെട്ടു പോകും. നാം പിശാചിൻ്റെ അടിമയായിത്തീരും. ശിമോൻ പത്രോസ് ഒരിക്കൽ പറഞ്ഞതാണ്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞാൻ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന്. എന്നാൽ ശിമോൻ പത്രോസ് ഇതാ കേവലം ദിവസങ്ങൾക്ക് ശേഷം യേശുവിനെ തള്ളിപ്പറയുന്നതായിട്ട് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 69-ാം വാക്യത്തിലാണ് ശിമോൻ പത്രോസ് പറയുന്നത്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞാൻ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന്. ദൈവമക്കളെ, അതുപോലെ തന്നെ 1 തീമോത്തിയോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ 2 വ്യക്തികളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. ഹുമനിയോസും അലസന്തരും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. ഹുമനിയോസും അലസന്തരും ആ കൂട്ടത്തിലുള്ളവരായിരുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. അവർ നല്ല മനസാക്ഷിയുള്ളവരായിരുന്നു. എന്നാൽ അവരുടെ ഒരിക്കലുള്ള ഉണ്ടായിരുന്ന ആ വിശ്വാസം
അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു. ആ വിശ്വാസ കപ്പൽ തകർന്നു പോയെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മോട് കൽപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു ടി വിയിലെ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ അലംഭാവത്തോടെ ഇരിക്കരുത്. നാം നമ്മെ തന്നെ പരിശോധിക്കണം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുമെന്ന് നാം അവിടെ വായിച്ചു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് നാം വായിച്ചത്. ദൈവമക്കളെ, ഈ യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് മറ്റുള്ള സുവിശേഷങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തപ്പെട്ട ഒരു സുവിശേഷമാണ്. ആ സുവിശേഷം നാം പരിശോധിക്കുമ്പോൾ ആ സുവിശേഷത്തിൻ്റെ ലക്ഷ്യമെന്താണ്? ഈ യേശു പൂർണ്ണ ദൈവമാണെന്നും നിത്യജീവന് ഒരേ ഒരു വഴി ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണെന്ന് തെളിയിക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറയുന്നു. ഈ സുവിശേഷത്തിന് സമാനതകളില്ലാത്ത സവിശേഷതകൾ. ഒന്നാമത്തേത്, ഈ സുവിശേഷത്തിൽ ഉപമകളൊന്നുമില്ല. എല്ലാം യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. യേശുക്രിസ്തു ചെയ്ത ഈ 8 അത്ഭുത പ്രവൃത്തികൾ നാം കാണുന്നുണ്ട്. അതിൽ 6 അത്ഭുത പ്രവൃത്തികളും ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമായിട്ടുള്ളതാണ്. ഒന്നാമത്തത്, കാനാവിലെ കല്യാണ വിരുന്നിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. രണ്ടാമത്തത്, രാജഭൃത്യൻ്റെ മകനെ സൗഖ്യമാക്കി. മൂന്നാമത്തത്, ബെഥസ്ത കുളക്കരയിൽ കിടന്ന ആ മനുഷ്യനെ യേശുക്രിസ്തു സൗഖ്യമാക്കി. നാലാമത്തതെന്ന് പറയുന്നത്, പിറവിയിലെ കുരുടനായ മനുഷ്യനെ യേശുക്രിസ്തു സൗഖ്യമാക്കുന്നത് നാം കാണുന്നു. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതാ ലാസറിനെ ഉയർപ്പിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ആറാമത്തേതെന്ന് പറയുന്നത്, വളരെ വിശേഷമായി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഇതാ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നതും അത്ഭുതകരമായ മീൻപിടുത്തത്തിന് യേശുക്രിസ്തു അവിടെ പ്രത്യക്ഷപ്പെട്ട് അത്ഭുതകരമായ മീൻപിടുത്തം അവിടെ നടക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അങ്ങനെ 6 അത്ഭുതങ്ങൾ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്നതാണ്. അതുപോലെ തന്നെ 7ാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്നത്. 8ാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് യേശുക്രിസ്തു കടലിൻ്റെ മുകളിലൂടെ നടക്കുന്നത്. ഇത് രണ്ടും മറ്റുള്ള സുവിശേഷങ്ങളിലും ഉണ്ട്. ഞാൻ പറഞ്ഞത്, യോഹന്നാൻ്റെ സുവിശേഷം ഇതാ വളരെ വിശിഷ്ടമായ ഒരു സുവിശേഷമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവമക്കളെ, അനേകം സന്ദർഭങ്ങളിൽ ഈ സുവിശേഷം വായിച്ച് ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. ദൈവമക്കളെ, ഈ സുവിശേഷത്തിൽ, ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിലെ ഒരു ഭാഗമാണ് നാം വായിച്ചത്. ഇതാ യേശുക്രിസ്തുവും നീക്കോദിമോസുമായുള്ള സംഭാഷണം. ഇത് ഈ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നതാണ് നീക്കോദിമോസുമായുള്ള സംഭാഷണം. ആ സംഭാഷണത്തിൽ ഇതാ നീക്കോദിമോസ് യേശുവിൻ്റെ അടുക്കൽ വരുന്നു. യേശുക്രിസ്തുവിനെ റബി എന്ന് വിളിച്ചുകൊണ്ട് ഇതാ നല്ല രീതിയിൽ സംബോധന ചെയ്തുകൊണ്ട്, യേശുക്രിസ്തുവിനെ നല്ല രീതിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇതാ ആ സംഭാഷണം തുടങ്ങുന്നത്. യേശുവിനെ റബി എന്ന് വിളിക്കുന്നു. രണ്ടാമത്, യേശു ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണെന്ന് നീക്കോദിമോസ് പറയുന്നു. മൂന്നാമത്തെ കാര്യം, ആ യേശു ഒരു ഉപദേഷ്ടാവായിട്ട് ഇതാ നീക്കോദിമോസ് പറയുന്നു. നാലാമത്തെ കാര്യം, ദൈവം ഈ യേശുവിൻ്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അഞ്ചാമത്തെ കാര്യം, നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ വേറെ ആർക്കും ചെയ്യാൻ സാധ്യമല്ല. വേറെ ആരും ചെയ്യാത്ത അടയാളങ്ങളാണ് യേശുവെ നീ ചെയ്യുന്നതെന്ന് വളരെ വളരെ നല്ല രീതിയിൽ പ്രകീർത്തിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് വരുന്ന നീക്കോദീമോസിനോട് യേശു പറഞ്ഞു, നീ അഭിനന്ദിച്ചതൊക്കെ നല്ല കാര്യം, പക്ഷേ നിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്ന്. അതിൻ്റെ 3-ാം വാക്യം നമുക്ക് വായിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന്.
ഈ കാര്യം പറഞ്ഞപ്പോൾ നീക്കോദീമോസിന് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ്. എങ്ങനെയാണ് പുതുതായി ജനിക്കുക എന്ന് പറയുന്നത്? യേശുവിനെക്കുറിച്ച് പലതും പറയുന്നുണ്ട്. 5 കാര്യങ്ങൾ ഈ യേശുവിനെക്കുറിച്ച് പറഞ്ഞതായിട്ട് ഞാനിപ്പോൾ പറഞ്ഞല്ലോ ദൈവമക്കളെ. എന്നാൽ അതെല്ലാം നല്ല കാര്യങ്ങൾ, യേശുവിനെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയാൻ അറിയാം. പക്ഷേ ഈ കാര്യം അവന് മനസ്സിലാകുന്നില്ല. ഈ പുതുതായി ജനിക്കണം, വീണ്ടും ജനിക്കണം, രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം എന്ന് പറയുന്നത് ഇതാ നീക്കോദീമോസിന് ഒന്നും മനസ്സിലാകുന്നില്ല. പരീശന്മാരിൽ പ്രമാണിയായ മനുഷ്യനാണ്, വളരെ ന്യായപ്രമാണം നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. ഇതെല്ലാം അറിയാമെങ്കിലും ഇതാ പുതുതായി ജനിക്കുക എന്ന് പറയുന്നത് അവന് മനസ്സിലായില്ല. യേശു പല കാര്യങ്ങളും അവനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവൻ ചോദിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കുമെന്നാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അവനോട് പറഞ്ഞു. കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അത് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് അറിയുന്നില്ല. അതുപോലെയാണ് ആത്മാവിനാൽ ജനിച്ചവനെന്ന് കാറ്റിനെ കുറിച്ച് പറഞ്ഞു. സാധാരണ പ്രകൃതിയിൽ കാണുന്ന ഒരു പ്രതിഭാസം, ഇതാ പ്രകൃതിയുടെ അനുഗ്രഹമായ കാറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴും നീക്കോദീമോസിന് ഒന്നും മനസ്സിലാകുന്നില്ല. ഈ അദൃശ്യമായ ഒരു പ്രതിഭാസമാണ്, നമുക്ക് കാണാൻ സാധ്യമല്ല കാറ്റിനെ. എന്നാൽ കാറ്റ് അദൃശ്യമായ ഒരു പ്രതിഭാസമാണെങ്കിലും ദൃശ്യമായ ഫലങ്ങൾ ഉളവാക്കുന്നത് പോലെ ആത്മാവിനാൽ ജനിച്ചവനിൽ നിന്ന് ദൃശ്യമായ ഫലങ്ങൾ ഉണ്ടാകും. ആത്മാവിൻ്റെ ഫലമോ എന്ന് നാം ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ ഫലം ഇതെല്ലാം പുറപ്പെടുവിക്കുന്നത് ആത്മാവിൽ നിന്ന് ജനിച്ചവനാണെന്ന് ഇതാ നീക്കോദീമോസിനോട് യേശു പറഞ്ഞു. എന്നാൽ നീക്കോദീമോസിന് ഒന്നും മനസ്സിലായില്ല, ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. യേശു പഴയ നിയമത്തിലെ ഒരു സംഭവം വിവരിക്കുകയാണ്. മോശയുടെ കാലയളവിൽ മോശ തൻ്റെ ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തേക്ക് നടത്തിക്കൊണ്ടു പോകുമ്പോൾ അന്ന് നടന്ന ഒരു സംഭവം പറയുകയാണ്. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ഇതാ അവിടെ ഹോർ പർവ്വതത്തിൽ നിന്ന് ഇതാ ജനം ഏതോം ദേശം ചുറ്റി ഇതാ യോർദാങ്കിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ജനം വഴി നിമിത്തം ക്ഷീണിക്കുകയാണ്. അവരുടെ മനസ്സ് ക്ഷീണിക്കുകയാണ്. അവർ പിറുപിറുക്കുകയാണ്. ഈ സാരമില്ലാത്ത ആഹാരം, ഈ മഞ്ഞ കൊണ്ട് ഞങ്ങൾ മടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ജനം പിറുപിറുക്കുകയാണ്. ജനം പിറുപിറുത്തപ്പോൾ ഇതാ ആ പാളയത്തിലേക്ക് അഗ്നിസർപ്പങ്ങൾ കടന്നു വന്ന് പിടിച്ച് കടിക്കുമ്പോൾ ഇതാ അവർ ഓരോരുത്തരായിട്ട് മരിച്ചു വീഴുന്നു. ഇതാ അവരുടെ ജീവൻ പോകാൻ തുടങ്ങുന്നു. അവർ അബോധാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ മരിച്ചു കൊണ്ടിരിക്കുന്ന ജനത്തിനു വേണ്ടി ഇതാ സ്നേഹവാനായ ദൈവം ഒരു വഴിയൊരുക്കി. അവർക്ക് ജീവൻ കിട്ടുന്നതിന് വേണ്ടി അവരുടെ പാപത്തിൽ മരിക്കാതിരിക്കുവാൻ വേണ്ടി ഒരു വഴി അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് മോശയോട്. നീ ഒരു താമസർപ്പത്തെ ഉയർത്തി കൊടിമരത്തിൽ തൂക്കുക എന്ന്. നമുക്ക് ആ വേദഭാഗം വായിക്കാം. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. ഈ മരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ദൈവം വഴിയൊരുക്കുകയാണ്. അവർക്ക് ജീവൻ കിട്ടുന്നതിന് വേണ്ടി, മരണത്തിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി ഇതാ കൊടിമരത്തിൽ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തുവാൻ പറഞ്ഞു. ദൈവമക്കളെ, അതിൽ നോക്കിയവരെല്ലാവരും ജീവിക്കുമെന്നാണ് ദൈവത്തിൻ്റെ കൽപ്പന. ദൈവമക്കൾ, അതാണ് ആ ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് നീക്കോദീമോസിനോട് യേശു ഇടപെടുന്നത്. ദൈവമക്കളെ, ഈ ഭാഗത്ത് നാം വായിക്കുമ്പോൾ യേശു പറഞ്ഞു, മനുഷ്യപുത്രനെയും അതുപോലെ ഉയർത്തേണ്ടതാവുന്നു. ഇതാ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാവുന്നു. അവനിൽ നോക്കുന്നവന് നിത്യജീവൻ ലഭിക്കുമെന്ന് ഈ വചനം വിശ്വസിച്ചുകൊണ്ട് ആര് ഈ ക്രിസ്തുവിലേക്ക് നോക്കുന്നുവോ അവൻ ജീവൻ പ്രാപിക്കുമെന്ന്. ദൈവമക്കളെ, ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ, 7 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതാ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി. ഇതാ യേശുക്രിസ്തു ഹല്ലേലൂയ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. പാപത്തിന് സാദൃശ്യമാണ് സർപ്പം എന്ന് പറയുന്നത്. ഇതാ യേശുക്രിസ്തു പാപമൊന്നും ചെയ്തിട്ടില്ല.
പാപം ഒന്നും അവൻ ചെയ്തിട്ടില്ല. അവൻ പാപമാക്കപ്പെടുകയാണ് ചെയ്തത്. 2 കൊരിന്ത്യ ലേഖനം എടുക്കാം, അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ദൈവമക്കളെ, പാപമാക്കപ്പെട്ട ക്രിസ്തു പാപമൊന്നും ചെയ്തിട്ടില്ല. ഇതാ പീലാത്തോസ് പറഞ്ഞു, ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന്. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പീലാത്തോസ് മഹാപുരോഹിതന്മാരെയും പ്രമാണികളെയും ജനത്തെയും വിളിച്ചുകൂട്ടി അവരോട്, ഈ മനുഷ്യൻ ജനത്തെ മത്സരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നുവല്ലോ. ഞാനോ നിങ്ങളുടെ മുമ്പാകെ വിസ്തരിച്ചിട്ടും നിങ്ങൾ ചുമത്തിയ കുറ്റമൊന്നും ഇവനിൽ കണ്ടില്ല, ഹെരോദാവും കണ്ടില്ല. അവനെ നമ്മുടെ അടുക്കൽ മടക്കി അയച്ചുവല്ലോ. ഇവൻ മരണയോഗ്യമായത് ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, സ്പഷ്ടം. ഇതാ പറഞ്ഞു, ഇതാ ന്യായാധിപൻ വിധി കൽപ്പിച്ചു, ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, സ്പഷ്ടമെന്ന് പറഞ്ഞു. ഒരു കുറ്റവും യേശു ചെയ്തിട്ടില്ല. അനേകർ വിസ്തരിച്ചു, അനേകം രംഗങ്ങളിൽ കോടതികൾ മാറി മാറി വിസ്തരിച്ചു. പക്ഷേ യേശുവിൽ ഒരു കുറ്റവും കാണാൻ സാധിച്ചില്ല. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം നമുക്കെടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യം നമുക്ക് വായിക്കാം. നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു? നിങ്ങളിൽ ആർ എന്നെക്കുറിച്ച് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് യേശുക്രിസ്തു വെല്ലുവിളിച്ച് ചോദിച്ചു. യഹൂദന്മാരോട് വെല്ലുവിളിച്ച് ചോദിച്ചു. 8-ാം അധ്യായം ഇതാ യഹൂദന്മാരുമായിട്ടുള്ള ആ സംഭാഷണമാണ് അവിടെ കാണുന്നത്. ദൈവമക്കളെ, അവിടെ യേശു ചോദിച്ചു, നിങ്ങൾ ആരെന്നെക്കുറിച്ച് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന്. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 53-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, അവൻ സാഹസമൊന്നും ചെയ്തിട്ടില്ല, അവൻ്റെ നാവിൽ വഞ്ചന ഒന്നും ഉണ്ടായില്ല എന്ന് നാം അവിടെ വായിക്കുന്നു. ദൈവമക്കളെ, പാപമൊന്നും ചെയ്യാത്തവനാണ് ക്രിസ്തു എന്ന് പറയുന്നത്. യേശു ക്രിസ്തു പാപമൊന്നും ചെയ്തിട്ടില്ല. അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെടുകയാണ് ചെയ്തത്. പാപമാക്കപ്പെട്ടു. എന്തിനു വേണ്ടി? നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്നതിന് വേണ്ടി. പാപത്തിൻ്റെ കരാളഹസ്തത്തിൽ നിന്ന്, പിശാചിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുന്നതിന് വേണ്ടി, നമുക്ക് ജീവൻ തരുവാൻ, നമുക്ക് സമൃദ്ധിയായിട്ട് ജീവൻ തരുവാൻ യേശു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. ഇതാ രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം ഇതാ മോശ മരുഭൂമിയിൽ പാളയത്തിൽ ഇതാ താമ്ര സർപ്പത്തെ ഉയർത്തി, ആ കൊടിമരത്തിൽ ഉയർത്തി, കൊടിമരത്തിൽ തൂക്കിയിട്ടു. താമ്ര സർപ്പത്തെ, ആ പിച്ചള സർപ്പത്തെ കൊടിമരത്തിൽ തൂക്കിയിട്ടു. അതുപോലെ യേശുക്രിസ്തു, നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തു എന്നെയും നിങ്ങളെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന, പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഇതാ പാപമാക്കപ്പെട്ട ക്രിസ്തു കുരിശിന്മേൽ പരസ്യമായി കിടന്നു, പരസ്യമായി ക്രൂശിക്കപ്പെട്ടവനായി കിടന്നു. ഇതാ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഭൂമിയുടെ മധ്യത്തിൽ ഇതാ ക്രൂശിതനായി കിടന്നു. ദൈവമക്കളെ, മൂന്നാമത്തെ കാര്യം ഇതാ അന്ന് മോശ പറഞ്ഞു, ഈ ഈ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് ആ വിഷം ഉള്ളിലേക്ക് കടന്നു ചെന്നവർ ഇതാ ജീവിക്കുവാൻ ഒരേ ഒരു വഴി പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ഈ താമ്രസർപ്പത്തിലേക്ക് നോക്കുക, നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾ ഒട്ടും സംശയിക്കേണ്ട എന്ന്. ദൈവമക്കളെ, ഇതാ പഴയ പാമ്പായ സാത്താൻ്റെ, പഴയ പാമ്പ് എന്നുള്ള ഒരു വാക്ക് വേദപുസ്തകത്തിലുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം തുടങ്ങുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട്, പഴയ പാമ്പെന്ന്. പഴയ പാമ്പിൻ്റെ കടിയേറ്റ്, പഴയ പാമ്പായ സാത്താൻ്റെ കടിയേറ്റ് ഇതാ ആത്മാവിൽ മരിച്ചവരായ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ നോക്കി രക്ഷപ്പെടാം. ഈ പിശാചിൻ്റെ കയ്യിൽ നിന്ന്, ആ നിത്യമായ മരണത്തിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും രക്ഷപ്പെടാനായിട്ട് ഒരു വഴി ഇതാ നിത്യനായ ദൈവം ഒരുക്കി. തൻ്റെ ഏകജാതനായ പുത്രനിലേക്ക് നോക്കുക, ആ കുരിശിലേക്ക് നോക്കുക. അതിലേക്ക് നോക്കിയാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും.
സാധിക്കും. ദൈവമക്കളെ, നാലാമത്തെ കാര്യം എന്താണ്? നാലാമത്തെ കാര്യം ഇത് വിശ്വസിക്കണം. ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, ആ പാളയത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന, ആ ഇസ്രായേൽ പാളയത്തിൽ മരിച്ചുകൊണ്ട് അബോധാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, ഈ നിർജീവമായ വസ്തുവിലേക്ക്, ഈ മനുഷ്യനിർമ്മിതമായ ഈ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയാൽ ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? എൻ്റെ ശരീരത്തിലേക്ക് ഈ അഗ്നിസർപ്പം വഴിയായി കടന്നു വന്ന ഈ വിഷം, എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈ വിഷം എങ്ങനെയാണ് നിർവീര്യമായി പോകുന്നതെന്ന് ആരെങ്കിലും ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അവൻ മരിച്ചു പോകുമെന്ന് മാത്രം. ദൈവമക്കളെ, അതിന് എന്താണ്? ആ വചനം വിശ്വസിക്കുക. ഇത് നിത്യനായ ദൈവത്തിൻ്റെ വചനമാണ്. ഇത് മോശയുടെ വചനമല്ല, ഇത് മനുഷ്യൻ്റെ വചനമല്ല, ഇത് നിത്യനായ ദൈവത്തിൻ്റെ വചനമാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, ഈ വചനം അംഗീകരിച്ചുകൊണ്ട് ആരെങ്കിലും അത് വിശ്വസിച്ചുകൊണ്ട് അതിലേക്ക് നോക്കിയാൽ രക്ഷ പ്രാപിക്കും. ദൈവമക്കളെ, അതുപോലെ യേശുക്രിസ്തുവിലേക്ക് നോക്കിയാൽ, യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ചാൽ, അന്ന് ഞാൻ ജനിച്ചിട്ടില്ലല്ലോ, അന്ന് യേശുക്രിസ്തു മരിച്ചു എന്ന് വച്ചാൽ ഇന്ന് ജീവിക്കുന്ന എനിക്ക് എങ്ങനെ നിത്യജീവൻ ലഭിക്കുമെന്ന് നാം ബുദ്ധിയിൽ ചിന്തിച്ചാൽ, ദൈവമക്കളെ, നാം ആരും രക്ഷപ്പെടുകയില്ല. നമുക്ക് ആർക്കും ജീവൻ കിട്ടുകയില്ല. നമുക്ക് ആർക്കും നിത്യജീവൻ ലഭിക്കുകയില്ല. സകല മനുഷ്യർക്കും വേണ്ടിയാണ് യേശു മരിച്ചത്. എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് മരിച്ചത്. ഒരേ ഒരു കാര്യം, നാം ക്രിസ്തുവിലേക്ക് നോക്കുക. ദൈവമക്കളെ, അതാണ് 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത്. എത്ര ലളിതമായ മാർഗമാണ്. നോക്കിയാൽ മതി. ഒരു പ്രവൃത്തിയും ചെയ്യണ്ട, ഒരു ക്രിയയും ചെയ്യണ്ട. ആ പാളയത്തിൽ ആ രക്തം, ആ വിഷം കയറി ആ മരിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യക്തി, ആ അവൻ്റെ രക്തം വിഷമയമായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ കിടന്നുകൊണ്ട്, ആ അബോധാവസ്ഥയിൽ കിടന്നുകൊണ്ട് തന്നെ ആ കൊടിമരത്തിലേക്ക് നോക്കിയിട്ട്, ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയാൽ രക്ഷപ്പെടും. ഹല്ലേലൂയ! എത്ര ലളിതമായ രക്ഷാമാർഗമാണ് നിത്യനായ ദൈവം അന്ന് ഇസ്രായേൽ ജനത്തിന് കൊടുത്തത്. ദൈവമക്കളെ, നോക്കിയാൽ രക്ഷപ്പെടും. നോക്കുക. സകല ഭൂവാസികളുമായുള്ളവരെ, എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ. ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ദൈവമക്കളെ, സകല ഭൂവാസികൾക്കും വേണ്ടിയാണ് യേശു കുരിശിൽ മരിച്ചത്. നിത്യനായ ദൈവത്തിൻ്റെ ഏകജാതനായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്ന് 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കാനാണ്. കർത്താവേ, ഞാൻ നോക്കുന്നു, പാപിയായ ഞാൻ നോക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നന്മയൊന്നുമില്ല. കർത്താവേ, എന്ത് നന്മ ചെയ്താലും അതിൻ്റെ പിന്നിലെല്ലാം കാപട്യമുണ്ട്, വ്യാജമുണ്ട്. എൻ്റെ കർത്താവേ, ഹല്ലേലൂയ, ഞാനൊരു പരീശനാണ്. കർത്താവേ, ഇത് അംഗീകരിച്ചുകൊണ്ട് അപ്പാ ഞാൻ നിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിങ്കലേക്ക് നോക്കുന്നു. ഹല്ലേലൂയ! ദൈവമക്കളെ, നോക്കിയാൽ നമുക്ക് രക്ഷയുണ്ട്, നോക്കിയാൽ നമുക്ക് വിടുതലുണ്ട്, നോക്കിയാൽ നമുക്ക് രൂപാന്തരമുണ്ട്. ഹല്ലേലൂയ! വിശ്വസിക്കുക, അംഗീകരിക്കുക. ആകയാൽ എൻ്റെ വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുക്രിസ്തുവിനെ സൂക്ഷിച്ചു നോക്കുവീൻ. ഹല്ലേലൂയ! നമുക്ക് സൂക്ഷിച്ചു നോക്കാം. സാഹചര്യങ്ങളിലേക്ക് നോക്കണ്ട, പ്രതിബന്ധങ്ങളിലേക്ക് നോക്കണ്ട, മറ്റുള്ളവരിലേക്ക് നോക്കണ്ട, ദൈവമക്കളിലേക്ക് നോക്കണ്ട, കൂട്ടായ്മയിലേക്ക് നോക്കണ്ട, ക്രിസ്തുവിലേക്ക് നോക്കുക. എൻ്റെ രക്ഷകനിലേക്ക് ഞാൻ നോക്കുന്നു, എൻ്റെ രക്ഷകനെ ഞാൻ പിടിക്കുന്നു. ഹല്ലേലൂയ! എൻ്റെ രക്ഷകനെ ഞാൻ
ആശ്രയിക്കുന്നു കർത്താവേ. ഇഹലോക ജീവിതത്തിൽ ഇനി എത്രയും കാലം എനിക്ക് കിട്ടിയോ, ഇനിയുള്ള ആയുസ് എത്ര കാലം ഉണ്ടോ അത്രയും കാലം ഞാൻ എൻ്റെ യേശുവിനെ നോക്കും, എൻ്റെ യേശുവിനെ മാത്രം നോക്കും. അവനെ നോക്കി അവനെ അനുഗമിച്ച് ഹല്ലേലൂയ എൻ്റെ കർത്താവെ അവൻ്റെ വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് അവൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞാൻ ഒരുങ്ങും. ദൈവമക്കളെ ഹല്ലേലൂയ. ആറാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഈ യേശു ക്രിസ്തുവിൽ ഹല്ലേലൂയ ഇതാ ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഏതു മനുഷ്യനെയും ഹല്ലേലൂയ ജീവിപ്പിക്കുവാൻ, ഏതു മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുവാൻ, ഏതു മനുഷ്യനെയും വിടുതൽ നൽകുവാൻ, പാപത്തിൽ നിന്നുള്ള വിടുതൽ, രോഗത്തിൽ നിന്നുള്ള വിടുതൽ, ഹല്ലേലൂയ ശാപത്തിൽ നിന്നുള്ള വിടുതൽ നൽകുവാൻ യേശുവിന് ശക്തിയുണ്ട്. ദൈവമക്കളെ, റോമാലേഖനം 1:16 നമുക്ക് വായിക്കാം. റോമാലേഖനം 1:16 വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അത് ദൈവശക്തിയാവുന്നു. ദൈവത്തിന് ശക്തിയുണ്ട് ദൈവമക്കളെ, ദൈവത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. അളവറ്റ ശക്തി എന്നാണ്, അതിന് അളവിന് അതീതമാണ്. ഹല്ലേലൂയ. അളക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1:19 നമുക്ക് വായിക്കാം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന്. അളവറ്റ വലിപ്പം, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, ശക്തിയുടെ അളവറ്റ വലിപ്പം ദൈവമക്കളെ, അത് മനുഷ്യബുദ്ധിക്ക്, ദൈവമക്കളെ ഹല്ലേലൂയ, മനുഷ്യബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല, അതീതമാണ് ക്രിസ്തുവിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 12 സംവത്സരമായ രക്തവാർച്ചക്കാരത്തി സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലൊന്ന് തൊട്ടപ്പോൾ ഹല്ലേലൂയ അവിടുന്ന് ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ. കുരുടനെ സൗഖ്യമാക്കി യേശു. ഹല്ലേലൂയ. അനേക അത്ഭുതങ്ങൾ യേശു ചെയ്തു. ഇതാ പക്ഷപാതക്കാരന് സൗഖ്യം കൊടുത്തു, കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തു. ഇതാ ദൈവമക്കളെ, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. എങ്ങനെ? ഈ ശക്തി അവനെ തൊട്ടവരും. ഹല്ലേലൂയ. ദൈവമക്കളെ, അവൻ തൊട്ടവരും. ഹല്ലേലൂയ. അവൻ്റെ ശബ്ദം എവിടെ വന്നിട്ടുണ്ടോ അവിടെ രൂപാന്തരം നടന്നിട്ടുണ്ട്, അവിടെ പരിവർത്തനം നടന്നിട്ടുണ്ട്, അവിടെ ബന്ധനം അഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ ആരാധന തുടങ്ങിയിട്ടുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ അതിശയങ്ങളും അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട്. ഈ യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ നോക്കൂ. ഹല്ലേലൂയ. ഈ ദൈവമക്കളെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഒരേ ഒരു വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ്. അവനാണ് എനിക്ക് ജീവൻ തന്നത്, അവനാണ് എനിക്ക് ആയുസ് തന്നത്, അവനാണ് ആരോഗ്യം തന്നത്, ഈ വചനം പറയാനുള്ള ശക്തിയും ബലവും തന്നത് ഈ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. പരീശനായ എന്നെ, ഹല്ലേലൂയ, പാപച്ചേറ്റിൽ കിടന്ന എന്നെ പൊക്കിയെടുത്തത് യേശു ക്രിസ്തുവിൻ്റെ കരമാണ്. ആ അത്ഭുതകരമാണ്, ആ ബലിഷ്ഠമായ കരമാണ്. ഹല്ലേലൂയ. അതാണ് ഈ ക്രിസ്ത്യൻ റിവൈവലിനെ നടത്തുന്നത്, മുമ്പോട്ട് നയിക്കുന്നത്. ഒരു ശക്തിക്ക് പിന്നെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല ദൈവമക്കളെ. ക്രിസ്തുവാണ് നമ്മെ നയിക്കുന്നത്, നമ്മെ നടത്തുന്നത്. ആ ക്രിസ്തുവിലേക്ക് നോക്കുമോ, ആ സർവശക്തനായ ക്രിസ്തുവിലേക്ക് നോക്കുമോ, എൻ്റെ യേശുവേ എനിക്ക് നിത്യജീവൻ തരണമേ, നിന്റെ ശക്തി എൻ്റെ ഉള്ളിലേക്ക് വ്യാപരിക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ അത്ഭുത ശക്തി, ഈ അത്യന്ത ശക്തി ഈ മൺപാത്രത്തിലേക്ക് പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച ദൂതുകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. ഈ നിത്യജീവൻ ഞങ്ങൾക്ക് സൗജന്യമായി തന്ന കൃപയ്ക്കായി, അതിനുവേണ്ടി നീ കൊടുത്തത് നിന്റെ സ്വന്തം രക്തമാണല്ലോ കർത്താവേ. ആ രക്തത്തിലേക്ക് ഞങ്ങൾ നോക്കുന്നു, ആ ക്രിസ്തുവിലേക്ക് നോക്കുന്നു. നിത്യജീവൻ പ്രാപിച്ച് അന്ത്യത്തോളം നിന്റെ സാക്ഷിയായി, നിന്റെ വിശുദ്ധനായി കർത്താവേ, നിന്റെ വേല ചെയ്തുകൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് പറന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കേൾപ്പിച്ച ദൂതുകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ.